Good evening, everyone. Good evening, ma'am. Good evening. Good evening. Good evening. Good evening. Good evening, ma'am. Good evening. Good evening. So, Narayana prayer. Prayer ആരാണ് പ്രിപ്പയർ ചെയ്തേക്കണത്? ആരുമില്ലേ ഇന്ന്? ആരും പ്രിപ്പയർ ചെയ്തില്ല പ്രയർ? ഒരിക്കൽ പാടിയതാണ്. വേണമെങ്കിൽ ഒന്നുകൂടി. ഓക്കെ. ഒന്നെടുത്തോട്ടെ മാം. Nature will make the way for us to bloom like the flower, to shine like the star, to burn like the sun, to dream like the sky, to explore like the ocean. Nature teaches us to dream big and explore heights. May Mother Nature bless everyone. Thank you. Thank you. Very good, very good. ഓക്കെ, നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ മഴ? ഇന്ന് ഇത്തിരി കുറവായിരുന്നു. കുറവുണ്ട്. വെയിലുള്ളൊരു ദിവസമൊക്കെ നല്ല മഴയൊക്കെ അല്ലെ? കോഴിക്കോട് ആ ഭാഗത്തു നിന്നൊക്കെ ആരെങ്കിലും ഉണ്ടോ? അവിടെ എങ്ങനെ നിങ്ങളുടെ അവിടെ? അവിടെയൊക്കെ എങ്ങനെ നല്ല മഴയല്ലേ? നല്ല മഴയാ. എല്ലാരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. മഴ ഒരുപാട് മഴ വരുമ്പോ നമുക്ക് പേടിയാണ്. എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കട്ടാ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ വേർബ്സ് തുടങ്ങി അല്ലെ? വേർബ്സ് അതാ ആക്ഷൻ വേർബ്, ആക്ഷൻ വേർബ്സ് എന്ന് പറയുന്നത്. വേർബ്സിൽ തന്നെ നമ്മൾ ടെൻസിന്റെ കാര്യവും പറഞ്ഞു. ടെൻസ് 3 ടൈപ്സ്, മെയിൻലി 3 ടൈപ്സ്: പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പിന്നെ അതേപോലെ തന്നെ പാർട്ടിസിപ്പിളിനെ കുറിച്ചും ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നു. പ്രസന്റും പാസ്റ്റും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പാർട്ടിസിപ്പിൾ യൂസ് ചെയ്ത് ചെയ്യണത്. അതൊക്കെ നമുക്ക് വേർബ്സ് ജസ്റ്റ് എന്താന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നത് വേർബ്സിൽ എന്ന് നമുക്ക് നോക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ലൈഫ്. നമുക്കൊരു സെന്റൻസ്, ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിൽ യു കം ടു, ഫസ്റ്റ് എക്സാമ്പിൾ എല്ലാവരും ഒന്ന് നോക്കട്ടെ. ഫസ്റ്റ് എക്സാമ്പിൾ, വിൽ യു കം ടു ദ സ്കൂൾ ടുമോറോ. ഇതിലെ വേർബ് ഏതാണ്? വിൽ യു കം ടു ദ സ്കൂൾ ടുമോറോ. ഇതില് വേർബ് ഏതാണ്? ഓക്സിലറി, ഫസ്റ്റ് ഓക്സിലറി വേർബ് ഏതാണ്? ഏതാണ്? വേർബ്സ് ഏതൊക്കെയായിരുന്നു? ആർ, ഇസ്, വാസ്, വേർ, ഇതെല്ലാം വേർബ്സിൽ പെടുന്നതാണ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള വേർബ് ഏതായിരിക്കും? വിൽ. ഇവിടെ അപ്പം ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു ലൈഫ് ടൈം ഒരു ക്വസ്റ്റ്യൻ അല്ലെ? നമ്മുടെ ഇടയിലൊക്കെ നമുക്ക് ഏത് നേരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. വിൽ യു കം ടു സ്കൂൾ ടുമോറോ എന്താണ് ചോദിക്കുന്നത്? നാളെ സ്കൂളിലേക്ക് വരണുണ്ടാന്ന് ചോദിക്കണം. അപ്പൊ വിൽ യു, അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ ആയിട്ട് പറയണത് ആ വില്ല് ആണ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. യെസ് ഐ വിൽ. യെസ് ആണെങ്കിൽ ഐ വിൽ. ഇപ്പൊ വന്നില്ലെന്നാണെങ്കിൽ നോ ഐ വോണ്ട്. വോണ്ട് എന്ന് പറയുന്നത് വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. വോണ്ട് എന്ന് പറയുന്നത് വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തേണ് വിൽ യു കം ടു ദ സ്കൂൾ ടുമോറോ. നമ്മൾ അതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം യെസ് ആണെങ്കിൽ, ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ് യെസ് ഐ വിൽ. നെഗറ്റീവ് ആണെങ്കിൽ നോ ഐ വോണ്ട്. അപ്പൊ ആ ഫസ്റ്റ് കിടക്കുന്ന ആ വേർബിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ആൻസർ പറയുന്നത്. പിന്നെ മൊത്തം പറയണമെന്നില്ല. വിൽ യു കം ടു ദ സ്കൂൾ ടുമോറോ, യെസ് ഐ വിൽ കം ടു ദ സ്കൂൾ ടുമോറോ എന്ന് പറയണമെന്നില്ല. ആ വേർബ്, അതിനാണ് വേർബിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. യെസ് ഐ വിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മീനിങ് സെന്റൻസ്. നമുക്കത് മൊത്തം പറയണമെന്നില്ല. നോ ഐ വോണ്ട് എന്ന് പറഞ്ഞാൽ വിൽ നോട്ട്. നോ ഐ വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീനിങ് മനസ്സിലായി, വന്നില്ല എന്ന് തന്നെ. ഓക്കെ, അടുത്തത് നോക്കിയേ. ഡു യു ടേക്ക് എക്സസൈസ് എവറി സൺഡേ. എക്സസൈസ് എടുക്കാറുണ്ടോ, ചെയ്യാറുണ്ടോ എല്ലാ സൺഡേ?
അപ്പൊ അവിടെ ഇതായിരുന്നു വേർബ്, ഡു ആണ് അവിടുത്തെ വേർബ്. അപ്പൊ യെസ് ഐ ഡു. നോ ആണെങ്കിൽ നോ ഐ ഡോണ്ട്. ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡു നോട്ട്, നെഗറ്റീവ് കൊടുക്കണത്. അതേപോലെ തന്നെയാണ് അടുത്തതും. അടുത്ത നോക്കി, ആർ യു പ്രാക്ടീസിങ് മോഹിനിയാട്ടം. അപ്പൊ യു നോടല്ലേ ചോദിക്കുന്നത്, നിങ്ങളോട്. അപ്പൊ നമ്മള് ആൻസർ പറയുമ്പോ തിരിച്ച് യെസ് ഐ ആം, നോ ആണെങ്കിൽ നോ ഐ ആം നോട്ട്. അതേപോലെ തന്നെ വേർ യു പ്രസന്റ് യെസ്റ്റർഡേ ചോദിക്കുന്നത് യു. പിന്നെ ഇവിടെ വേറ് എന്തുകൊണ്ടാ വന്നത്? യു ആയോണ്ടാണ് കേട്ടോ വേറ് വന്നത്. അതുപോലെ തന്നെ ആറും വന്നത് യു ആയോണ്ടാണ്. ഐ വന്നപ്പോ എന്താ ഇവിടെ ആയത്? ആം വന്ന്, കണ്ടാ? അപ്പൊ അതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഐന്റെ ഒപ്പം ഐ സിംഗുലർ ആയതുകൊണ്ട് അതിന്റെ ഒപ്പം സിംഗുലർ വേർബ്സ്. ബട്ട് യു എന്ന് പറയുന്നത് നമ്മൾ മുമ്പും പറഞ്ഞിട്ട്, യു സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും പ്രൊണൗൺസിൽ നമ്മൾ പഠിച്ചില്ലേ? യു സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യാം, പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് അതിന്റെ ഒപ്പം എപ്പോഴും ഒന്നെങ്കിൽ ആറ്, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വേർ, ഇതൊക്കെയാണ് വരുള്ളൂ. അടുത്തത് നോക്കിയാൽ ഹൂ ബ്രോക്ക് ദ ടേബിൾസ്. അത് ആരാണ്? ഇവര് യെസും ഇല്ല നോ ഇല്ല, നമുക്ക് ഒരാളുടെ പേര് കൊടുത്തിട്ട് പറയുന്നുള്ളൂ. ഇതൊരു കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. അതാണ് ഇമ്പോർട്ടന്റ്. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കടക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ള പോർഷൻ. അതാണ് കേട്ടോ ക്വസ്റ്റ്യൻ ടാഗ്. ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു സെന്റൻസ് പറഞ്ഞിട്ട് അത് യെസ് ആണോ നോ ആണോ എന്ന് അതിന്റെ ഒപ്പം തന്നെ പറയണ ആ ഒരു പോർഷനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഇവിടെ കൊടുത്തേക്കണ ഈ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഷരൺ ഫിലിം സ്റ്റാർസ് ഓൾവേസ് ന്യൂ ആറിൻറ്റ് ദേ. അപ്പൊ ഈ ആറിൻറ്റ് ദേ ആണ് അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയണത്. ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഈ സെന്റൻസ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് പറയണ ഇതിനെയാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയണത്. ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് ഫോം ചെയ്യണേന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ടത്. ഇപ്പൊ ഒരു സെന്റൻസ് തന്നെയാണ്, ഐ ആം, അല്ല വേണ്ട, ഷീ ഇസ് എ ഗേൾ. ഷീ ഇസ് എ ഗേൾ എന്നൊരു സെന്റൻസ്, സിമ്പിൾ സെന്റൻസ് ഞാൻ പറഞ്ഞുതരാം. ഷീ ഇസ് എ ഗേൾ. അപ്പൊ ഫസ്റ്റ് തന്നെ അങ്ങനത്തെ ഒരു സെന്റൻസ് തരുമ്പോൾ നമ്മൾ അതിൽ വേർബ് ഐഡന്റിഫൈ ചെയ്യും. വേർബ് ഇതില് വേർബ് ആണ്. ഏതാണ് വേർബ്? അതിൻ്റെ അകത്ത് ഷീ ഇസ് എ ഗേളിലുള്ള വേർബ് ഏതാ? ഇസ്. ഷീ ഇസ് എ ഗേൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേർബ് ഇസ് ആണ്. പിന്നെ ഈ ഷീ ഇസ് എ ഗേൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെന്റൻസ് അല്ലേ? അതിനകത്ത് ഒരു പോസിറ്റീവ് സെന്റൻസ്. അപ്പൊ അതിന് ടാഗ് വരുമ്പോ നെഗറ്റീവ് ആയിരിക്കും അതിന്റെ ടാഗ്. അതായത് ഷീ ഇസ് എ ഗേൾ എന്ന് പറയുന്നതിന്റെ നെഗറ്റീവ് ടാഗ് ആയിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ ടാഗ് വന്നത് എങ്ങനെയായിരിക്കും? ഇസ് എന്നുള്ളത് ഇസിൻറ്റ് ആവും. ഇസ് എന്നുള്ളത് ഇസിൻറ്റ് ഷീ. ഇസിൻറ്റ് ഷീ പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്. ഇസിൻറ്റ് ഷീ പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെയാണ് എന്റെ ടാഗ് വന്നത്. ഈ എക്സാമ്പിൾ, ഈ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഷീ ഇസ് എ ഗേൾ. അപ്പൊ അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ ടാഗ്, ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ അകത്തുള്ള വേർബ് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ഷീ ഇസ് എ ഗേൾ എന്നുള്ളതിൽ ഇസ് എന്ന് പറയണതല്ലേ അവിടുത്തെ വേർബ്. അപ്പൊ അത് പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിന്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിന്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഷീ ഇസ് എ ഗേൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ ഇസ് എന്നുള്ളത് ടാഗിൽ വരുമ്പോ ഇസിൻറ്റ്. ഇസിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് നോട്ട്, അതിന്റെ നെഗറ്റീവ്. ഇസിൻറ്റ് ആണ് അതിന്റെ ഷോർട്ട് ഫോം. അപ്പൊ ഇസിൻറ്റ്. പിന്നെ ആരെ കുറിച്ച് നമ്മളോട് പറഞ്ഞ ഷീനെ കുറിച്ചല്ല പറഞ്ഞ. അപ്പൊ ഇസിൻറ്റ് ഷീ. ഇനി ഞാൻ തിരിച്ചു പറയണേ, ഷീ, ഇപ്പൊ നമ്മൾ ഷീ ഇസ് എ ഗേൾ അതിന്റെ ടാഗ് വേണേ എഴുതി വെച്ചോട്ടെ. ഇത് ഷീ ഇസ് എ ഗേൾ, അതിന്റെ ടാഗ് ഇസിൻറ്റ് ഷീ. ഇസിൻറ്റ് ഷീ. ഞാൻ തിരിച്ചു പറയണേണ്, ഷീ ഇസിൻറ്റ് എ ഗേൾ. ഞാൻ തിരിച്ചു പറയുന്ന ഷീ ഇസിൻറ്റ് എ ഗേൾ എന്ന് പറയുമ്പോ അതിന്റെ ടാഗ് എന്തായിരിക്കും? ഇസ് ഷീ. അപ്പൊ വേണ്ട, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആകും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആകും. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിൽ ആകെ ഉള്ളത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ വേർബ് ഐഡന്റിഫൈ ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് കൊടുക്കും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് കൊടുക്കും. അപ്പൊ ഷീ ഇസിൻറ്റ് എ ഗേൾ എന്ന് പറയുന്ന ടാഗ് എന്തായിരിക്കും? ഇസ് ഷീ. ഷീ ഇസ് എ ഗേൾ, ഇസിൻറ്റ് ഷീ. ഷീ ഇസിൻറ്റ് എ ഗേൾ, ഇസ് ഷീ. കേട്ടാ, അതാണ് ഈ ടാഗ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ടാഗ്. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് കൊടുക്കും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് കൊടുക്കും. കേട്ടാ, അതാണ് ഈ ടാഗ്. ഇപ്പൊ ക്വസ്റ്റ്യൻ തന്നിട്ട് ടാഗ് കൊടുക്കാൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കാം. ഈ എക്സാമ്പിൾസിൽ എന്തൊക്കെയെന്ന് നോക്കാം.
They begin with the helping words used in the statement and are followed by a pronoun in the subject of the place of the subject. നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ്സ്, അതായത് ഇസ്, ആറ്, വോസ്, വേർ, അതൊക്കെ ഈ ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. അതൊക്കെ വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഫോളോ ചെയ്തിട്ട് ബൈ എ പ്രോണോൺ, ഒരു പ്രോണോണും കൂടി. ഇപ്പൊ ഇസിൻ ഷീ, അതിനകത്തൊരു പ്രോണോൺ ഏതായിരുന്നു? ഷീ. ഇസ് ഷീ, അതിനകത്തൊരു പ്രോണോൺ ഏതാ? ഷീ. അപ്പൊ ഈ ടാഗ് എന്ന് പറയണത് അതിന്റെ ഹെൽപ്പിംഗ് വേർബ് ഒന്നെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ്, ആ ഹെൽപ്പിംഗ് വേർബും ഫോളോഡ് ബൈ എ പ്രോണോൺ എന്ന് പറയണതാണ്. ഇറ്റ് മേക്സ് ദിസ് question tag. They begin with the helping words used in the statement and are followed by a pronoun and are followed by a helping verbs ഉണ്ടാകും and are followed by a pronoun. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗില് ആ ഹെൽപ്പിംഗ് വേർബ് ഉണ്ടാകും ആൻഡ് ഇറ്റ് ഇസ് ഫോളോഡ് ബൈ ദ പ്രോണോൺ. ഏത് പ്രോണോൺ ആണ് ഈ സെന്റൻസിൽ പറയണത് അതാണ് അതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. If the statement is affirmative, the tag may use the contracted form not, making the tag negative. അപ്പൊ അഫർമേറ്റീവ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ അതിന്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ അതിന്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നോക്കാം, ഈ എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് ഇതിനകത്ത് കൊടുത്ത് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിക്കോ എല്ലാവരും. ഇതാണ് നമ്മൾ പറയണം. ശരൺ, ഫിലിം സ്റ്റാർസ് ആർ ഓൾവേസ് ന്യൂ. ഫിലിം സ്റ്റാർസ് ആർ ഓൾവേസ് ന്യൂ. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിന്റെ ടാഗ് ഐഡന്റിഫൈ ചെയ്യും. വേർബ് ഐഡന്റിഫൈ. ഹെൽപ്പിംഗ് വേർബ് ഏതാ ഇതിന്റെ അകത്ത്? ഫിലിം സ്റ്റാർസ് ഓൾവേസ് ന്യൂ എന്ന് പറയുന്നതിനുള്ള ഹെൽപ്പിംഗ് വേർബ് ഏതാണ്? ആറാണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ്. ഇത് പോസിറ്റീവ് സെന്റൻസ്, ഇതിന്റെ അകത്ത് നോട്ടില്ല, ഒന്നുമില്ല. അപ്പൊ ഇത് പോസിറ്റീവ് സെന്റൻസ് അല്ലേ. അപ്പൊ ഇതിന്റെ ടാഗ് എന്ന് പറയുന്നത് ആറിൻറ്റ് എന്നാവും. പിന്നെ ഫിലിം സ്റ്റാർസ് എന്ന് പറഞ്ഞ കുറെ പേരുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അതിന്റെ പ്രോണോണായ ദേ കൊടുക്കും. അങ്ങനെയാണ് ഇതിന്റെ ടാഗ് വന്നേക്കുന്നത്. കണ്ടാ, ഫിലിം സ്റ്റാർസ് ആർ ഓൾവേസ് ന്യൂ. അപ്പൊ ഫസ്റ്റ് നമ്മൾ അതിന്റെ ഹെൽപ്പിംഗ് വേർബ് ഐഡന്റിഫൈ ചെയ്യും. ഹെൽപ്പിംഗ് വേർബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആറാണ്. അപ്പൊ അതിന്റെ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ടാഗായി നെഗറ്റീവ് കൊടുക്കും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആറിൻറ്റ്. നമ്മൾ ഷോർട്ട് ഫോം ആണ് ഇതില്, ടാഗിൽ എപ്പോഴും നമ്മൾ ഷോർട്ട് ഫോം ആണ് യൂസ് ചെയ്യണത്. അപ്പൊ ആറിൻറ്റ് ഫിലിം സ്റ്റാർസ് എന്ന് പറയുന്നത് കുറെ പേരുള്ളതുകൊണ്ട് അത് ദേ. അപ്പൊ ആറിൻറ്റ് ദേ ക്വസ്റ്റ്യൻ ടാഗ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും. ക്വസ്റ്റ്യൻ ടാഗ്. ഇത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? കുറച്ചും കൂടെ എക്സാമ്പിൾസ്, ഒരുപാട് എക്സാമ്പിൾസ് ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. ഇത് ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ഇത്. ഓക്കെ, ഇപ്പൊ ഇത് ഒരു കോൺവെർസേഷൻ ആണ് ഈ പറയണത്. അടുത്ത അപ്പം ശരൺ ചോദിച്ചു ഫിലിം സ്റ്റാർസ് ആർ ഓൾവേസ് ന്യൂ ആറിൻറ്റ് ദേ. ഫിലിം സ്റ്റാർസ് ഒക്കെ എല്ലാം പുതിയതാണ് അല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പൊ മോഹൻ പറയും ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ശരൺ, സോറി ഐ ഫോർഗോട്ട്, ദ സിനിമ ഇസ്ന്റ് യുവർ കപ്പ് ഓഫ് ടീ. ഇസ് ഇറ്റ്? കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ നിന്റെ ഏരിയ അല്ല അത് അല്ലേ. ഈ സിനിമ എന്ന് പറയുന്നത് നിന്റെ ഒരു ഫീൽഡ് അല്ല, നിനക്ക് പറ്റിയതല്ല അല്ലേ ചോദിക്കണേ. അപ്പൊ എന്താ അപ്പൊ അല്ലേ എന്ന് ചോദിക്കണേന്റെ ഉള്ള ടാഗ് അവിടെ കൊടുത്തേക്കണം. ദ സിനിമ ഇസ്ന്റ് യുവർ കപ്പ് ഓഫ് ടീ. കണ്ട, ദ സിനിമ ഇസ്ന്റ്. അപ്പൊ ഇവിടുത്തെ ഐഡന്റിഫൈ ചെയ്യാ വേർബ് ഏതാണ്? ഇസ്. ഇസ് എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ആയിട്ടാ കൊടുത്തേക്കണം, ഇസിന്റ്. അപ്പൊ നമ്മള് ഇസിന്റിന് പകരം ടാഗില് ഇസ് കൊടുക്കും. നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ്, പോസിറ്റീവ് വന്നാൽ നെഗറ്റീവ്, ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും. അപ്പൊ ഇസ്. പിന്നെ ഇവിടെ സിനിമേനെ കുറിച്ചല്ലേ പറയണത്, അപ്പൊ ഇറ്റ് എന്ന് പറയാം നമുക്ക്. അപ്പൊ ഇസ് ഇറ്റ്. ദ സിനിമ ഇസ്ന്റ് യുവർ കപ്പ് ഓഫ് ടീ. ഇസ് ഇറ്റ്. അല്ല, അവിടുത്തെ ടാഗ് അതാണ്, ഇസ് ഇറ്റ് ആണ് അവിടുത്തെ ടാഗ്. യു നെവർ ഗോ ടു എ മൂവി, ഡു യു? ഇതിൽ നോക്കിയേ, യു നെവർ ഗോ ടു എ മൂവി. ഇതിൽ ഹെൽപ്പിംഗ് വേർബ് ഇല്ല. ഇതില് ഹെൽപ്പിംഗ് വേർബായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. യു നെവർ ഗോ ടു എ മൂവി. അത് ഇസ്, വാസ്, വേർ അങ്ങനത്തെ നമ്മൾ സാധാരണ ഉള്ള ഹെൽപ്പിംഗ് വേർബ്സ് ഇല്ല. അതിന് പകരം ഇവിടെ കിടക്കണത് ഗോ എന്ന് പറയുന്ന ഒരു വേർഡ് മാത്രമാണ്. ഗോ. ഗോ എന്ന് പറയുന്ന ഒരു വേർഡാണ് ഇവിടെ കിടക്കുന്നത്. ഗോ എന്ന് പറയണത് ഏത് ഫോമില? പ്രസന്റ് ടെൻസ്. അത് പ്രസന്റ് ടെൻസ് ആണ്. പിന്നെ യു എന്ന് പറയണത് യുടെ ഒപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യാറുള്ളത്? ഡു അല്ലേ യൂസ് ചെയ്യണത്. ഐയും ഇതൊക്കെ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യണം. അപ്പൊ ഗോ എന്ന് പറയണ ഇവിടുത്തെ ഇവിടെ നമ്മൾ വേർബ് ഗോ ആണ് എടുക്കുന്നത്. അപ്പൊ ഹെൽപ്പിംഗ് വേർബ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഈ സെന്റൻസിൽ അവിടുത്തെ വേർബ് വേറെ ഏതായിരിക്കും ഹെൽപ്പിംഗ് വേർബ്സ് ഇല്ലെങ്കിൽ പിന്നുള്ള ആക്ഷൻ വേർബ്. അതായത് ഇവിടുത്തെ ഈ എക്സാമ്പിളിൽ ഗോ ആണ്. അപ്പൊ ഗോ എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിൽ കിടക്കണേന്. പിന്നെ യു ആണ്. അപ്പൊ നമ്മള് ഡു യു. ഗോ എന്ന് പറയുന്നതിന്റെ ഫോം
പ്രസന്റ് ടെൻസിലുള്ള ഫോം ഡു ആണ്. നമുക്ക് ഡു യു എന്ന് കൊടുക്കാം. അപ്പൊ യു നെവർ ഗോ ടു എ മൂവി, അവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് ഇല്ല, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഹെൽപ്പിംഗ് വേർബ് ഇല്ല. അപ്പൊ നമ്മളത് ആക്ഷൻ വേർബ് നോക്കിയിട്ട് കൊടുക്കും. ഇനി ആ സമയത്ത് ഞാൻ ഇങ്ങനെ പറയാം, യു നെവർ വെന്റ് ഓൺ എ മൂവി. നെവർ വെന്റ് ഓൺ എ മൂവി എന്ന് പറയുന്നതിന് അവിടുത്തെ ടാഗ് എന്തായിരിക്കും അറിയോ? ആരെങ്കിലും പറയാമോ? യു നെവർ വെന്റ്. യെസ്. അപ്പൊ വെന്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അവിടെ വരേണ്ട ടാഗ് ഡിഡ് വരണം. അല്ല, അപ്പൊ ഹെൽപ്പിംഗ് വേർബ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഡൂവും ഡിഡും ആഡ് ചെയ്ത് കൊടുക്കും. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡു കൊടുക്കുക, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് കൊടുക്കുക. പിന്നെ ഡസ് വന്നതും ഉണ്ട്, അത് നമുക്ക് നോക്കാം. അടുത്ത് ഡസ് വന്നത് സിംഗുലർ ഫോംസ് ഒക്കെയാണ് ഡസ് വരാം. അപ്പൊ ഡു ഡസ് ഡിഡും വരാം ക്വസ്റ്റ്യൻ ടാഗിൽ. ഇപ്പൊ ഈ ഹെൽപ്പിംഗ് വേർബ്സ് അല്ലാത്ത അവസ്ഥയിൽ എല്ലാം ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുത്തു കൊടുക്കുക. അതില്ലാത്ത ചില സെന്റൻസസ് വന്നു കഴിഞ്ഞാൽ ഡു ഡസ് ഡിഡ് ഇവരെ മൂന്നുപേരെ നമുക്ക് ടാഗിൽ കൊടുക്കാം. അടുത്ത് നോക്കാം. മോഹൻ, there are so many other useful and pleasant ways of passing your convenience, aren't they? അപ്പം മറ്റവൻ എന്താ പറഞ്ഞത്? സിനിമ നിന്റെ ഒരു നിനക്ക് പറ്റിയൊരു ഇതല്ല, അതുകൊണ്ട് നിനക്ക് അതിനെ കുറിച്ച് അറിയൂലല്ലേ എന്ന് ചോദിച്ചു. നീ ഒരിക്കലും ഒരു മൂവിക്ക് വേണ്ടി പോയിട്ടില്ല. യു നെവർ ഗോ ടു എ മൂവി. നീ ഇതുവരെ മൂവിയിലൊന്നും പോയിട്ടില്ലല്ലോ, അല്ലല്ലോ. അപ്പൊ ഡു യു. അപ്പൊ മറ്റവൻ പറയണേ, മോഹൻ പറയണേണ്, അത് മാത്രമല്ല, ഇപ്പൊ ഈ മൂവി മാത്രമല്ല, മെനി യൂസ്ഫുൾ ആൻഡ് പ്ലസന്റ് വേസ് ഓഫ് പാസിംഗ് യുവർ കൺവീനിയൻസ്. നമുക്ക് നമ്മുടെ ടൈം എന്റർടൈൻമെന്റിന് വേണ്ടി വേറെയും പല വഴികളുണ്ട്. അപ്പൊ there are so many. അപ്പൊ മോഹൻ പറഞ്ഞ ഡയലോഗില് അവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് ആറാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? there are എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ടാഗായ aren't there കൊടുക്കാം. അല്ല, ആറ് ആണ് ഇവിടത്തെ വേർബ്. there ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് aren't there എന്ന് കൊടുക്കാം. നെക്സ്റ്റ്. അപ്പൊ ശരൺ എന്ത് പറയും? സോ യു ആർ ഡെഡ് അഗെയിൻസ്റ്റ് സിനിമ, aren't you? അപ്പൊ നിനക്ക് ഒട്ടും ഇഷ്ടമല്ല, കറക്റ്റ്ലി നീ അതിന് എതിരാണ് അല്ലേ എന്ന് ചോദിക്കുന്നത്, അല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പൊ സോ യു ആർ, ഇവിടെ എന്താണ് ആർ, അവിടുത്തെ ടാഗ് aren't you. യുവിനെ കുറിച്ചാ പറയണം. അപ്പൊ aren't you. യു ആർ ഡെഡ് അഗെയിൻസ്റ്റ് സിനിമ, aren't you? അല്ല, നീ നേരെ എപ്പോഴും അഗെയിൻസ്റ്റ് ആണ് സിനിമക്ക് അല്ലേ എന്ന് ചോദിക്കണേ. അപ്പൊ aren't you. Who says I am? I watch a video every other day. Of course, most of our films are vulgar, aren't they? അവൻ പറയണേന് അങ്ങനെ ഒന്നുമില്ല, ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഒക്കെ കുറെ കാണാറുണ്ട്. ബട്ട് ഇപ്പൊ നമ്മുടെ ഇപ്പൊ വന്ന ഫിലിംസ് ഒക്കെ വൾഗർ ആയിട്ടുള്ള, കാണാൻ കൊള്ളാത്ത ടൈപ്പ് വൾഗർ ആയിട്ടുള്ള മൂവീസ് ഒക്കെയാണ്, അതുകൊണ്ടാണ് അവൻ കാണാത്തെന്നാണ് പറയണത്. ഇവിടുത്തെ ടാഗ് എന്താ? മോസ്റ്റ് ഓഫ് അവർ ഫിലിംസ് ആർ. ഇവിടെ അത്ര ആറാണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ്. അപ്പൊ ഒബ്വിയസ്ലി aren't they വന്നത് എന്താ? നമ്മൾ ഫിലിംസിനെ കുറിച്ചാ പറയണത്, കുറെ ഇല്ലേ ഫിലിംസ്. അപ്പൊ aren't they. അപ്പൊ എന്തിനെ കുറിച്ചാണ് പറയണേന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. സബ്ജക്റ്റ് എന്തിനെ കുറിച്ചാണ് പറയണത് അത് കൊടുക്കണം കേട്ടോ. മേ ബി they are, but ours is a vulgar age, isn't it? അപ്പൊ ശരനും അത് സമ്മതിക്കണേണ്. ശരിയാണ്, പക്ഷെ നമ്മുടെ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് വൾഗർ ഏജ് തന്നെയാണ്. വേണ്ട, ഇസ്, അവേഴ്സ് ഇസ് എന്ന് പറയുന്നത് isn't. ഇസ് അവിടെ isn't ആയി, it ആയി. എ വൾഗർ ഏജ് വിൽ നാച്ചുറലി സീക്ക് വൾഗർ എന്റർടൈൻമെന്റ്, വോണ്ട് ഇറ്റ്. കണ്ടാ? അപ്പൊ അവൻ പറയണേന് നമ്മുടെ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് വൾഗർ ഏജ് ആണ്. അപ്പൊ നാച്ചുറലി വൾഗർ എന്റർടൈൻമെന്റ് ആണ് അവര് അന്വേഷിക്കുള്ളൂ. അപ്പൊ ഇവിടുത്തെ ടാഗ് എന്ന് പറയുന്നത് എന്താ? എ വൾഗർ ഏജ് വിൽ. ഇവിടെ നമുക്ക് ഇസ് ആറ് ഓസ് വേറെ ഒന്നുമില്ല, അതിന് പകരം വില്ലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ വില്ലിന്റെ ഓപ്പോസിറ്റ് ആയ വിൽ നോട്ട്. വിൽ നോട്ട് നമ്മൾ ഷോർട്ടിൽ പറയണത് വോണ്ട് എന്ന് പറയും. അപ്പൊ വോണ്ട് ഇറ്റ്, വോണ്ട് ഇറ്റ്. അവിടുത്തെ ടാഗ് വോണ്ട് ഇറ്റ്. ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉള്ളവർ ചോദിക്കണം കേട്ടാ. ഇത് ഇത്തിരി ഇത് ഇമ്പോർട്ടന്റ് പോർഷൻ ആണിത്. ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് വരും ഇതില്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതും ഉണ്ട്, കുറെ ഉണ്ട് ഇതിൻ്റെ അകത്ത് എക്സസൈസ് എക്സാമ്പിൾസ്. ഓക്കെ, അടുത്തതും ഇതേപോലത്തെ ഒരു മാം ക്വസ്റ്റ്യൻസ് അപ്പൊ വരുമ്പോ എങ്ങനെയാണ് മാം വരുന്നത്? ഇതുപോലെ വരുമോ അതോ ലൈക്ക് ഒരു സെന്റൻസ് ബ്ലാങ്ക്സ് ആയിട്ട് ഒരു വരും? സെന്റൻസ് എങ്ങനെയാണ്? ഇങ്ങനെ മറ്റേ ഓപ്ഷൻസ് തന്നിട്ട് ഗൂഗിൾ ഫോമില് ഒരു ഓപ്ഷൻ സെന്റൻസ് തന്നിട്ട് അതിന്റെ ടാഗ് ബ്ലാങ്ക് ഇടും, എന്നിട്ട് ഓപ്ഷൻസ് ആയിട്ട് തരും. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പിക്ക് ചെയ്യണം അതിന്. ടൈപ്പ് അല്ലേ? MCQ തന്നെ.
ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് കോൺവെർസേഷൻ ഒന്ന് നോക്കാം. അപ്പൊ ഇത് സാജനും ജോൺ. ജോണിന്റെ സ്പെല്ലിംഗ് കുഴപ്പമില്ല, നെയിം അല്ലേ, കുഴപ്പമില്ല. അപ്പൊ സാജൻ ചോദിക്കണേ വാട്ട്സ് ന്യൂ, നമ്മൾ ചോദിക്കുന്നത് എന്താണ് പുതിയതായിട്ട് എന്താണ് എന്നൊക്കെ ചോദിക്കണേ. ജോൺ പറയണേ നത്തിങ് മച്ച്, യു ഗോട്ട് ബാക്ക് ദിസ് മോർണിംഗ് ഡിഡ്ന്റ് യു. അപ്പൊ ജോൺ പറയണേന് ഒന്നുമില്ല, നീ ഇന്ന് മോർണിംഗ് ആണല്ലേ വന്നത്, തിരിച്ചു വന്നത്. അപ്പൊ ഈ മേ ബി സാജൻ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളെ വല്ലതുമായിരിക്കും. ജോൺ ചോദിക്കുന്നതിന് നീ ഇന്നാണല്ലേ തിരിച്ചു വന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടുത്തെ ടാഗ് ഏതാണ്, ഗോട്ട്. ഇവിടുത്തെ വേർബ് ഹെൽപ്പിംഗ് വേർബ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഗോട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഗോട്ട് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ് അല്ലെ. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോ ഡിഡ്. പിന്നെ യു ഗോട്ട്. ഓക്കെ, അപ്പൊ അപ്പം ഇവിടുത്തെ സെന്റൻസ് പറഞ്ഞാൽ യു ഗോട്ട് ബാക്ക് ദിസ് മോർണിംഗ്. ഗോട്ട് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് അല്ലേ. അപ്പൊ പാസ്റ്റ് ടെൻസ് ഡിഡ് വരണം. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് അതിന്റെ ടാഗ് എന്ന് പറയുന്നത് ഡിഡിന്റ്. നോട്ട് ചേർക്കണം നമുക്ക്. അപ്പൊ ഡിഡിന്റ് യു ഗോട്ടാണ്ടാവും. ഗോട്ട് വരും. മറ്റത് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് എഴുതാൻ പറ്റും, കാരണം അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ഹെൽപ്പിംഗ് വേർബ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് എടുത്ത് എഴുതിയാൽ മതി. ഇതിലായിരിക്കും ചിലർക്കൊക്കെ തെറ്റ് വരുന്നത്. യു ഗോട്ട് ബാക്ക്, ഗോട്ടാണെങ്കിൽ ഡിഡ് കൊടുക്കുക. ഗോ ആണെങ്കിൽ എന്ത് കൊടുക്കും നമ്മള്, അല്ല സോറി, ഗോട്ടിന് യു ഗോട്ട് ബാക്ക് ദിസ് മോർണിംഗ്. ഗോട്ടിന്റെ പ്രസന്റ് ടെൻസ് എന്താ, Get. യെസ്. അപ്പൊ അതിന് പകരം ഗെറ്റ് ആണെങ്കിൽ നമുക്ക് എന്തോട് ഡു യു കൊടുക്കാമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആ സെന്റൻസ് ശരിക്കും വായിച്ചു നോക്കാം. അതിൽ വേർബ് ഐഡന്റിഫൈ ചെയ്യാം. ഹെൽപ്പിംഗ് വേർബ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ വേർബ്സ്, ആക്ഷൻ വേർബ്സ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അടുത്ത് അപ്പൊ സാജൻ എന്ത് പറഞ്ഞു, യെസ് ബട്ട് ഐ എം ഗോയിങ് ദർ അഗെയിൻ, ഐ ഹാവ് യെറ്റ് ടു സീ എ ഫ്യൂ മോർ പീപ്പിൾ. അപ്പൊ ഇനി എനിക്ക് പോകാനുണ്ട്, കുറച്ച് ആൾക്കാരെ കൂടെ എനിക്ക് കാണാനുള്ളതാണ്, അപ്പൊ തിരിച്ചു പോകും എന്നാണ് പറയണം. ജോൺ ബട്ട് വൈ നോട്ട് ടെലിഫോൺ ദെൻ. അപ്പൊ ചോദിക്കണേ പിന്നെ ഫോൺ ചെയ്താൽ പോരെ എന്ന് ചോദിക്കണേ. ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ട്രൈങ് ടു സീ ദം ഇസ്ന്റ് ഇറ്റ്. അപ്പൊ പോണത് പോലെ തന്നെ തുല്യമാണ്. നമുക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാലോ, ഇനിയിപ്പോ അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പറയണത്. ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ട്രൈങ് ടു സീ ദം ഇസ്ന്റ് ഇറ്റ്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഇറ്റ്സ് ആസ് ഗുഡ് ആസ്. അപ്പൊ ഇറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വേർബലി പറയണത്. അപ്പൊ ഇറ്റ് ഇസ് ആസ് ഗുഡ് ആസ്. അപ്പൊ ഇവിടുത്തെ വേർബ് എന്ന് പറയുന്നത് ഇസ് ആണ്. പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് വേണം. അപ്പൊ ഇസിന്റ്, അവിടുത്തെ ടാഗ് ഇസിന്റ്. It's as good as trying to see them, isn't it? No, it's not proper. They won't like it. They are big shots. You have to humor them to get their favors, don't you? അപ്പൊ അവൻ പറയണേന് ഇതൊക്കെ കറക്റ്റ് ആണ്, പക്ഷെ പോയി കാണേണ്ടതാണ് ഇത്തിരി കൂടെ നല്ലത് എന്നാണ് പറയണത്. യു ഹാവ് ടു ഹ്യൂമർ ദം ടു ഗെറ്റ് ദർ ഫേവേഴ്സ്. അപ്പൊ അവനൊന്ന് പോയി സോപ്പിട്ടൊക്കെയാണ് ഇച്ചിരി കൂടെ നല്ലത്. എന്തെങ്കിലും കാര്യം നമുക്ക് കാര്യം സാധിക്കാനുണ്ടെങ്കിൽ നേരിട്ട് പോയി കാണുന്നതാണ് നല്ലതെന്നാണ് ഈ ജോൺ പറയണത്. യു ഹാവ് ടു, ഇവിടെ നോക്കിയേ, യു ഹാവ് ടു ഹ്യൂമർ ദം ടു ഗെറ്റ് ദർ ഫേവേഴ്സ്. അപ്പം ഇവിടെ നമുക്ക് ഇപ്പൊ നിങ്ങൾ ചോദിക്കും യു ഹാവ് ഓൾറെഡി ഇല്ലേ, പിന്നെ അത് എടുത്താൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് ടു ഗെറ്റ് ദർ ഫേവേഴ്സ്, അവരുടെ ഫേവർ നമുക്ക് കിട്ടണം. അപ്പൊ നമ്മ അവിടെ പോസിറ്റീവ് സെന്റൻസ് ആയ ഡു കൊടുക്കുക. ഡൂവിന്റെ പാസ്റ്റ് നെഗറ്റീവ്, അതായത് ഡോണ്ട് കൊടുക്കുക. ഡോണ്ട് യു. ഇനി അതേപോലെ വേർസ് ദ ഫോൺ ബുക്ക്, ഐ വുഡ് റാദർ റിംഗ് സനൽ ടു ടെൽ ഹിം യു ആർ ഹിയർ. അപ്പൊ അവൻ പറയണേന് ഫോൺ ബുക്ക് എവിടെ, നമുക്ക് സനലിനെ വിളിച്ചിട്ട് പറയാം യു ആർ ഹിയർ, നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറയാന്ന് പറയുന്നത്. ദ ഫോൺസ് റിംഗിങ്, ഇറ്റ്സ് ഫോർ യു സാജൻ, മേ ബി ഇറ്റ്സ് യുവർ കസിൻ സമീറ. അപ്പൊ ആ സമയത്ത് അവന്റെ ഫോൺ റിംഗ് ചെയ്ത് ഫോൺ കൊടുക്കണേ. അത് ഒരു സെറ്റ് ഓഫ് കോൺവെർസേഷൻ ആണ്. ഇനി നമുക്ക് ടാഗ്സ് മാത്രമുള്ള സെന്റൻസസ് ഉണ്ട്. 26 സെന്റൻസസ് ഉണ്ട്. ഓക്കെ, ഇത് ഇത് നോക്കാണ്ട് തന്നെ തനിയെ ചെയ്തു നോക്കണം കേട്ടോ. ഞാൻ ഇത് വായിക്കുമ്പോ നിങ്ങൾ ഈ സ്ക്രീൻ നോക്കാണ്ട് തന്നെ പറഞ്ഞു നോക്ക്, നിങ്ങൾക്ക് കിട്ടണ്ടെന്ന് നോക്കണം കേട്ടോ. ഇത് തനിയെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അത്രയും എക്സ്പേർട്ട് ആവും നിങ്ങൾ ഈ ടാഗിൽ. അപ്പൊ ഹി പ്ലേസ് ക്രിക്കറ്റ്, ഇവിടെ ഉള്ള ഇതെന്താണ് നമ്മുടെ
വേർബ് എന്താണ്? ഹി പ്ലേസ് ക്രിക്കറ്റില് പ്ലേസ് ആണ്. പ്ലേസ് ആണ് ഇവിടുത്തെ വേർബ്. പ്ലേസ് എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? പ്രസന്റ് ആണ്, പാസ്റ്റ് ആണ്? പിന്നെ അതെന്ന് പ്ലേസ് എന്ന് പറയുന്നത് എസ് ഫോമായ അതായത് ഡസ് ഫോമിലാണ് ഈ പ്ലേസ് കിടക്കുന്നത്. അതിന്റെ നെഗറ്റീവായ ഡസന്റ്, പിന്നെ ഹി ആണ് ഇവിടെ പറഞ്ഞപ്പോ ഡസന്റ് ഹി. ഇപ്പൊ ഇവിടെ കണ്ട പ്ലേസ്. ആ സമയം വി പ്ലേ, പ്ലേസിന് പകരം പ്ലേ ആണ് വന്നേക്കുന്നത്. വി പ്ലേ ക്രിക്കറ്റ് ആണെങ്കിലോ എന്ത് വരും അതിന്റെ ടാഗ്? വി പ്ലേ ക്രിക്കറ്റ്. അതന്നെ, ഡോണ്ട് വി. അപ്പൊ പ്ലേ എന്ന് പറയുന്നത് അതിന്റെ ഡു ഫോം ആണ്. എസ് ഉണ്ടെങ്കിൽ ഡസ് ഇട്ട് കൊടുക്കുക. എസ് ഇല്ലാണ്ട് ഇപ്പൊ പ്ലേ, സിങ്, ക്രൈ എന്നുള്ള എസ് ഇല്ലാത്ത ഫോം ആണെങ്കിൽ ഡു ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ അത്ര ഓർത്താൽ മതി. എസ് ഫോം ആണെങ്കിൽ ഡസ് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത നോക്കിയേ, ദേ ജംപ് ക്വിക്ലി. അടുത്ത് ഇവിടുത്തെ എന്ന് പറഞ്ഞ് ജംപ് എന്ന് പറയുന്നത് ഡു ഫോമിൽ കിടക്കണം. എസ് ഇല്ലല്ലോ അതിന്, അപ്പൊ അത് ഡു ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കുക, നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഡോണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ദേനെ കുറിച്ചാണ് നമ്മൾ പറയാം. അപ്പൊ ഡോണ്ട് ദേ. പിന്നെ അടുത്ത നോക്കിയേ, ദ ബോയ്സ് ഡിഡ് നോട്ട് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ ഓൾറെഡി ഹെൽപ്പിംഗ് വെർബായ ഡിഡ് ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്? ഡിഡ് നോട്ട് ആണ് പറഞ്ഞത്. ആൻസർ ചെയ്തിട്ടില്ല, നെഗറ്റീവ് സെന്റൻസ് ഇത്. അപ്പൊ അതിന്റെ ടാഗ് വന്നേക്കണം. നോക്കിയേ, ഡിഡ് ദേ. ബോയ്സ് ആയതുകൊണ്ട് ദേ കണ്ടാ, ഡിഡ് ദേ. എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗിൽ പ്രോണോൺ വരുള്ളൂ. സബ്ജക്ട് ഏതാണെങ്കിലും അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്രോണോൺ ആണ് ടാഗിൽ വരുള്ളൂ. അപ്പൊ ദ ബോയ്സ് ഡിഡ് നോട്ട് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻ. അപ്പൊ ഓൾറെഡി അത് ഡിഡ് നോട്ട് ആണ്, നെഗറ്റീവ് ആണ്. അതിന്റെ ടാഗ് എന്ന് പറയുന്നത് ഡിഡ്, ബോയ്സ് ആയതുകൊണ്ട് ദേ, ഡിഡ് ദേ. ഓക്കെ, അടുത്ത നോക്കിയേ, ഹി സ്പോക്ക് ടു ടോമി. സ്പോക്ക് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. എന്തിന്റെ പാസ്റ്റ് ടെൻസ് ഈ സ്പോക്ക്? ആണ് സ്പോക്ക്. സ്പീക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പോക്ക്. അപ്പം ഇവിടെ നമുക്ക് സ്പോക്ക് ആണ് കൊടുത്തേക്കുന്നത്. സ്പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണ്. അത് ഡിഡ് ഫോമിലാണ് കൊടുത്തേക്കുന്നത്. ഡിഡ് ഫോമിലാണ് ഇത് കിടക്കണം, സ്പോക്ക് കിടക്കണം. അപ്പൊ അതിന്റെ പോസിറ്റീവ് സെന്റൻസ് അല്ലേ, അപ്പൊ നെഗറ്റീവ് ടാഗ് വേണം. ഡിഡിന്റ് ഹി. ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോ സ്പോക്ക്, സ്പീക്ക് അങ്ങനെ പല ഇതിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവണം ഇത് പാസ്റ്റ് ടെൻസ് ആണ് പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലായിരിക്കണം. നിങ്ങൾ ഒരുപാട് റീഡ് ചെയ്യുക. പിന്നെ അതേപോലെ ഇങ്ങനെ എന്ത് ഒരു വേർബ് കണ്ടാലും അതിന്റെ പാസ്റ്റ് ടെൻസ് ഏതാന്ന് നോക്കുക, ഒരു പെർഫെക്റ്റ് ഏതാന്ന് നോക്കാം ഒക്കെ. അങ്ങനെ ഇപ്പൊ റീഡ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിടാതെ ഓരോന്നും നോക്കുക. ഓരോ വേർബ് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു വേർബ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ചൊന്ന് ഗൂഗിൾ ചെയ്തൊന്ന് നോക്കാം. ഇത് ഏത് ഫോമിലാണ്, ഇതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, ഇതിന്റെ പ്രസന്റ് ടെൻസ് എന്താണ്, നമുക്കൊന്ന് നോക്കാം കേട്ടോ. Then അടുത്ത്, വിനു is writing a letter. ഇസ് അവിടെ ഓൾറെഡി കണ്ട്. അപ്പൊ നമുക്ക് isn't he എന്ന് പറയും. പിന്നെ അടുത്തത് അപ്പൊ ഇസ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ. അപ്പൊ നമുക്ക് അതിന്റെ isn't. വിനു എന്ന് പറയുന്നത് ബോയ് ആയതുകൊണ്ട് തന്നെ ഹി കൊടുക്കും നമ്മൾ. അപ്പൊ isn't he. Then ഗോപു കാണ്ട് ലിഫ്റ്റ് ദ വെയിറ്റ്. കാണ്ട്, അപ്പൊ ഇവിടെ ഓൾറെഡി കാണ്ട് എന്ന് പറയുന്നത് കനോട്ട്, അതിന്റെ ഇതല്ലേ, ഷോർട്ട് ഫോം അല്ലേ. അപ്പൊ കനോട്ട്. അപ്പൊ കാണ്ട് എന്ന് പറയുന്നത് ഓൾറെഡി നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് അവിടെ പോസിറ്റീവ് തന്നെ. കാണ്ടിന് പകരം ക്യാൻ വരും. ക്യാൻ വന്നിട്ട് ഗോപു എന്ന് പറയുന്നത് ബോയ് ആയതുകൊണ്ട് മെയിൽ ആയതുകൊണ്ട് ഹി കൊടുക്കുക. ക്യാൻ ഹി കണ്ടാ. അപ്പൊ ഇവിടെ നെഗറ്റീവ് വന്ന് ഇപ്പൊ പോസിറ്റീവ് കൊടുക്കും. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഗോപു കാണ്ട് ലിഫ്റ്റ് ദ വെയിറ്റ് എന്ന് പറയുമ്പോ കാണ്ട് എന്ന് പറയുന്നത് ഓൾറെഡി നെഗറ്റീവ് ആണ്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർബ് എടുത്ത് നമ്മൾ കൊടുക്കും. ക്യാൻ ഹി. നെക്സ്റ്റ്, they will go home tomorrow. ഇതിന്റെ ടെൻസ്, ഈ സെന്റൻസിന്റെ ടെൻസ് ഏതാണെന്ന് പറയൂ. they will go home tomorrow. ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ. they will, അവർ പോവും. ഇനി നാളെയോ മറ്റന്നാളോ അങ്ങനെ നടക്കാനിരിക്കുന്ന കാര്യം നേരത്തെ പറയണം. അതിനാണ് ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത്? വില്ല് എന്നുള്ളൊരു വേർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ, വില്ല്, ഷാല്, അതൊക്കെ ഈ രണ്ട് വേർബ്സും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം ഇത് ഫ്യൂച്ചർ ടെൻസിൽ ഫ്യൂച്ചർ ഇനി നടക്കാനുള്ള കാര്യം പറയണതാണ്.
വില്ലും ഷാലൊക്കെ. ഷാല് കൂടുതലും ഇപ്പൊ നമ്മൾ അങ്ങനെ ഷാൽ അങ്ങനെ യൂസ് ചെയ്യണില്ല, വില്ലാണ് കൂടുതലും നമ്മൾ പ്രോപ്പർ ഇംഗ്ലീഷിൽ മോഡേൺ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യണത്. മുമ്പൊക്കെ ആയിരുന്നു ഷാല് കൂടുതലും ഫ്രീക്വന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഫ്യൂച്ചർ ടെൻസിൽ വില്ലാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ദേ വിൽ ഗോ ഹോം. ടുമോറോ എന്ന് പറയണ നാളത്തേക്കാണ്. അപ്പൊ അത് ഫ്യൂച്ചറിലാ പറയാൻ പറ്റുന്നത്. നാളെ തന്നെ ഫ്യൂച്ചർ അല്ലേ, നാളെ, ഇനി നാളെ വരെയല്ലേ ഉള്ളൂ. അപ്പൊ ദേ വിൽ ഗോ ഹോം ടുമോറോ. അപ്പൊ നാളെ അവര് മേ ബി പോവേയിരിക്കും, വിൽ ഗോ ഹോം. അതിന്റെ അതായത് വോണ്ട്. വിൽ എന്ന് പറയുന്ന വില്ലിന്റെ നെഗറ്റീവ് വിൽ നോട്ട്. വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്. വോണ്ട് ദേ, വോണ്ട് ദേ, വോണ്ട് ദേ. ഇനി അടുത്ത നോക്കിയേ, there wasn't enough water. there wasn't ആണ് നെഗറ്റീവ്. was not, അതായത് wasn't അവിടെ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നില്ല എന്ന്. there wasn't enough water. അതിന്റെ ഓപ്പോസിറ്റ് എടുക്കണം. wasn't എന്ന് പറയുന്നതിന്റെ നെഗറ്റീവ് മാറ്റിയിട്ട് പോസിറ്റീവ് ആക്കണം. അപ്പൊ wasn't was ആവും. പിന്നെ there ക്വസ്റ്റ്യനിലുണ്ട്, അപ്പൊ was there എന്ന് വരും. wasn't മാറിയിട്ട് was there എന്ന് വരും. ഓക്കെ. ഇനി neither of them want them. neither of them അതിലൊരു അത് wanted എന്നല്ലേ വരണത്? wanted അല്ല, അതിലെന്താ പറയുക, മിസ്റ്റേക്ക് ആണ്. അത് ഇതിൽ ടൈപ്പ് ചെയ്തതിൽ വ്യത്യാസം. neither of them ഇപ്പൊ want ആണെങ്കിൽ നമുക്ക് എന്ത് വരാം, എന്താ ശരിക്കും വരേണ്ടത്? want ആണെങ്കിൽ do. യെസ്, want ആണെങ്കിൽ ഡു വരണം. wanted ആയിരുന്നെങ്കിൽ നമുക്ക് ഡിഡ് വരാം. അപ്പൊ ഇതൊന്ന് നിങ്ങൾ മാറ്റി ഒന്ന് എഴുതി വെച്ചേക്കട്ടോ. want ആണെങ്കിൽ അവിടെ ഡു ദേ വരണം. അപ്പൊ നമുക്ക് wanted ആണെങ്കിൽ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഡിഡ് വരാം. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഒന്ന് ശരിയാക്കി വെച്ചേക്കട്ടെ അത്. അപ്പൊ മാം ക്വസ്റ്റ്യൻ എന്താണ്? നെയ്തർ ഓഫ് ദം. ഇപ്പൊ വോണ്ട് തന്നെ കേട്ടോ, neither of them want them. അപ്പൊ ടാഗ് മാറ്റിയാൽ മതി. ടാഗ് മാറ്റി കഴിഞ്ഞാൽ ഡു ദേ, ഡു ദേ. ഇപ്പൊ നിങ്ങൾക്ക് വോണ്ടിന് പകരം വോണ്ടഡ് ആർന്നെങ്കിൽ ടാഗ് അത് തന്നെ ഡിഡ് ദേ. വോണ്ടഡ് ആർന്നെങ്കിൽ ഡിഡ് ദേ എന്ന് വന്നേനെ. ഓക്കെ. അപ്പൊ ഇതൊന്ന് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തേക്കട്ടെ. വോണ്ടഡ് ആണെങ്കിൽ ഡിഡ് വരുള്ളൂ. അതിന്റെ മീനിങ് എന്താ? neither of them neither of them want them എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോ രണ്ടാൾക്കാരുണ്ടാവും, അവർക്ക് രണ്ടുപേർക്കും ഇത് വേണ്ട. അവിടെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഉണ്ടാവും, അത് രണ്ടുപേർക്കും വേണ്ട എന്ന് പറയണേ. neither of them want them. ഈ രണ്ട് them വന്നേക്കുന്നോണ്ട് ചിലപ്പോ മേ ബി ക്ലിയർ ആയിട്ട് ഇതിന്റെ അകത്ത് സെന്റൻസിൽ പറഞ്ഞിട്ടില്ല, ചിലപ്പോ വേറെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും അവിടെ പറയണത്. രണ്ടുപേർക്ക് ഇത് ആവശ്യമില്ല, അത്രയാണ് ഇത് മീൻ ചെയ്യണത് കേട്ടാ. ഇപ്പൊ വോണ്ട് ആണെങ്കിൽ നമ്മൾ ഡൂ ദേ ആക്കുക, അല്ലെങ്കിൽ വോണ്ടഡ് ആണെങ്കിൽ അതിന്റെ ഡിഡ് വരുള്ളൂ. ഓക്കെ. അടുത്ത നോക്കിയേ, നത്തിങ് വാസ് ടേക്കൺ. ഇതൊന്ന് നോക്കിക്കേ, നത്തിങ് വാസ് ടേക്കൺ. അതിന്റെ അകത്ത് വാസ് ഇറ്റ് ആണ് വന്നത്. വാസിന്റ് ഇറ്റ് അല്ലേ വരേണ്ടത്, ബട്ട് വാസ് ഇറ്റ് ആണ് അവിടെ കറക്റ്റ്. കാരണം എന്താണ്, നത്തിങ് എന്ന് പറയുന്നത് യെസ് നെഗറ്റീവ് ആണത്. നത്തിങ് എന്ന് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ അതിന്റെ പോസിറ്റീവ് ആയിരിക്കും വരുന്നത് കേട്ടാ. ഇതൊക്കെ ചിലപ്പോ തെറ്റ് വരാൻ സാധ്യത ഉണ്ട്, അപ്പൊ നോക്കണം കേട്ടാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ നത്തിങ് വാസ് ടേക്കൺ, നത്തിങ് എന്ന് പറയുന്നത് ഓൾറെഡി ഇതാണ്, നമുക്ക് വാസ് ഇറ്റ്. ദെൻ ഈ നെയ്തറും നെഗറ്റീവ് തന്നെ ഉണ്ടാ. അപ്പം അതുകൊണ്ടാണ് അവിടെ ഡിഡ് അല്ലെങ്കിൽ ഡോണ്ട് വരും കേട്ടാ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 9th ക്വസ്റ്റ്യൻ ഇല്ലേ, നെയ്തറും നത്തിങ് ഒക്കെ നെഗറ്റീവ് സെന്റൻസസ് ആ കേട്ടാ. അതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് കിടക്കുന്നത്. ഇപ്പൊ ഡിഡ് ദേ അല്ലെങ്കിൽ ഡു ദേ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് അല്ലേ. അപ്പൊ നെയ്തറും നത്തിങ്ങും നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ്, അതുകൊണ്ടാണ്. ഇനി അടുത്ത് നോക്കിയേ, ഐ ആം ലേറ്റ്. ഐ ആം ലേറ്റ്. പിന്നെ ഇതിൽ നോക്കിയേ, എപ്പോഴും ഈ ടാഗ് പറയുമ്പോ ആമിൻറ്റ് നമ്മൾ പറയാറില്ല, അതിന് പകരം ആറാണ് എപ്പോഴും യൂസ് ചെയ്യണത്. ആമിൻറ്റ് എന്നുള്ളൊരു ടാഗ് ഇല്ല, അതിന് പകരം നമ്മൾ ഈ ആം എന്ന് പകരം പിന്നെ ആറ് കൊടുക്കും. അപ്പൊ ആറിൻറ്റ് ഐ കേട്ടാ. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ആമിൻറ്റ് എന്ന് പറഞ്ഞൊരു ടാഗ് ഇല്ല, അതിന് പകരം നമ്മൾ ആറിന്റെ ഫോമാണ് എടുക്കുന്നത്. അപ്പൊ ആറിൻറ്റ് ഐ. ലെറ്റ്സ് ഗോ, ഷാൽ വി. ഇത് നോക്കിയേ, ലെറ്റ്സ് ഗോ അത് എന്ന് പറയണത്
ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം എന്ന് പറയണ അതിൻ്റെ അകത്ത് ഒരു റിക്വസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഫീലിംഗ്. ഇപ്പൊ ഷാൽ വി എന്ന് പറയുന്നത് ഷാൽ അവിടെ കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെർമിഷൻ ചോദിക്കണേ, നമുക്ക് പോകാം എന്നൊരു ഫോർമൽ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഷാൽ വി, നമുക്ക് പോകാം എന്നാണ് ചോദിക്കുന്നത്. ഒരു പെർമിഷൻ ചോദിക്കണോണ്ടാണ് അവിടെ ആ ഒരു ടാഗ് വന്നത് കേട്ടാ. പിന്നെ നത്തിങ് വിൽ ഹാപ്പൻ, നത്തിങ് വിൽ ഹാപ്പൻ, പിന്നെയും ആ നെഗറ്റീവ് വന്നു നത്തിങ്. അപ്പൊ വിൽ ഇറ്റ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഹോട്ട്, ഇറ്റ് ഈസ് ഹോട്ട്. അപ്പൊ ഇസ് എന്നുള്ളതിന് അവിടെ ഇസിന്റ് വന്നു, നത്തിങ് വിൽ. ദെൻ ഇറ്റ് ഈസ് നോട്ട് കോൾഡ്, നോട്ട് കോൾഡ്, ഒട്ടും തണുപ്പല്ലെന്ന്, നോട്ട് കോൾഡ്. അപ്പൊ ഓൾറെഡി നെഗറ്റീവ്, അപ്പൊ അതിന്റെ പോസിറ്റീവ് ടാഗ് കൊടുക്കുക, ഇസ് ഇറ്റ്. ഇറ്റ് ഈസ് ഹോട്ട് ആയപ്പോ ഇസിന്റ് ഇറ്റ് ആയി. ഇറ്റ് ഈസ് നോട്ട് കോൾഡ് ആണെങ്കിൽ ഇസ് ഇറ്റ് വരും. അടുത്ത നോക്കിയ നോബഡി കെയിം ഹിയർ. നോബഡി നേരത്തെ നമ്മ പറഞ്ഞ പോലത്തെ നെഗറ്റീവ് ആണ് നോബഡി. ഇപ്പൊ നോബഡി ഉണ്ട്, നത്തിങ് ഉണ്ട്, നെയ്തർ ഉണ്ട്. ഇപ്പൊ 3 കാര്യങ്ങൾ നമ്മ പറഞ്ഞു. ഇത് 3ഉം നെഗറ്റീവ് ആണ്. നോബഡി കെയിം ഹിയർ, ആരും ഇവിടെ വന്നില്ലെന്ന്. അപ്പൊ കെയിം എന്ന് പറയണത് എന്താണ്? പാസ്റ്റ് ടെൻസ് അല്ലേ? കെയിം എന്തിന്റെ പാസ്റ്റ് ടെൻസാ? ഇത് ഈ പാസ്റ്റ് ടെൻസ് ഒക്കെ ഇങ്ങനെ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. കമ്മിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഈ കെയിം. ഓക്കെ, അപ്പൊ ആരും ഇവിടെ വന്നില്ല എന്ന് പറയാം. കെയിം, കെയിമിന്റെ എന്ത് ഫോമിലാണ്? അത് ഡിഡ് ഫോമിലാണ്. അപ്പൊ നോബഡി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് കൊടുക്കാം. ഡിഡ് ദേ, ദേ എന്ന് പറയുന്നത് ആരും വന്നില്ല, കുറച്ച് പേരുണ്ട്, ഒരാളെ കുറിച്ചല്ല നമ്മ പറയണത്. അതാണ് ഡിഡ് ദേ എന്ന് പറയുന്നത്. അപ്പൊ ഡിഡ് ദേ. ഇനി സംബഡി ഹാസ് ഗോൺ, സംബഡി ആരോ പോയിന്ന്, ഹാസ്. സംബഡി ഹാസ് ഗോൺ. ഇപ്പൊ നമുക്ക് ഇവിടെ സംബഡി എന്ന് പറയണത് നമ്മൾ മുമ്പ് പഠിച്ചില്ലേ, ആ പ്രോണൗൺസി പഠിച്ചത് നമ്മൾ പഠിച്ചില്ലേ, എല്ലാം ഒറ്റ ഗ്രൂപ്പായിട്ട്. സംബഡി എന്ന് പറയുന്നത് ഒറ്റ ഗ്രൂപ്പായിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹാസ് വന്നത്. ബട്ട് അതിന്റെ ടാഗ് വന്നപ്പോ നമ്മൾ ഒന്നി കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഇവിടെ ടാഗ് ദേ കൊടുക്കണം. ദേന്റെ ഒപ്പം നമുക്ക് ഹാസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഹാവ് വന്നത്. ഹാവിൻഡ്, അതായത് നെഗറ്റീവ് അതിന്റെ. അപ്പൊ ഹാവ് വന്നത് എന്തുകൊണ്ടാ? ഇവിടെ ദേ നമുക്ക് കൊടുക്കണ്ടേ. ദേ എന്ന് പറയണത് ദേക്കൊപ്പം ഹാസ് വരില്ല, ഹാവ് അല്ലേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഹാവിൻഡ് വന്നത്. ആദ്യത്തെ സെന്റൻസ് സംബഡി എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് എടുക്കണേന്ന്. ഇപ്പൊ സംബഡി എന്നൊക്കെ പറയണത്, സംബഡി നോബഡി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഹാസ് ആണ് കൊടുക്കാറുള്ളത്. ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യണേ ഈ സംബഡി നോബഡി എന്നൊക്കെ പറയണത്, എവരിബഡി എന്നൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിന് സിംഗുലർ ആയിട്ടുള്ള വാസ്, ഹാസ്, ഇസ് അതൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് സെന്റൻസിൽ സംബഡി ഹാസ് ഗോൺ എന്ന് ആ സെന്റൻസ് പറഞ്ഞത്. ദെൻ ഇനി നമുക്ക് ടാഗ് വരുമ്പോ ഒന്നിക്കൂടുതൽ ആൾക്കാരുണ്ട്. അത് ഇവര് സംബഡിന്ന് നമുക്ക് ഈ ടാഗിൽ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് കൊടുക്കേണ്ട ടാഗ് ദേ ആണ്. അപ്പൊ ദേയുടെ ഒപ്പം എപ്പോഴും ഹാവ് അല്ലേ വരൂല, ഹാസ് വരൂല. അപ്പൊ ഹാവിൻഡ് ദേ. അപ്പൊ കണ്ട, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇങ്ങനെ തെറ്റ് വന്നത് ഇങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് തെറ്റ് വരാൻ സാധ്യത. സംബഡി ഹാസ് ഗോൺ എന്നുള്ളത് ഹാവിൻഡ് ദേ. അടുത്തത് എവ്രിബഡി ഓർ എവ്രി വൺ വാസ് പ്രസന്റ്. നമ്മുടെ സംബഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഈ എവ്രിബഡിയും എവ്രി വണ്ണും. അവിടെ ഇവിടുത്തെ വാസ് പ്രസന്റ്. അപ്പൊ ഇതൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ വാസ് സിംഗുലർ ആയിട്ടുള്ള ഇതായിട്ട് കൊടുക്കണത്. പക്ഷെ നമുക്ക് ടാഗിൽ ഈ എവ്രിബഡി എവ്രി വൺ ഒന്നും കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആകെ കൊടുക്കേണ്ടത് ദേ മാത്രമേ നമുക്ക് കൊടുക്കാൻ ഓപ്ഷൻ ഉള്ളൂ. ഒരുപാട് പേരുണ്ട് അവര്. അപ്പൊ ദേയുടെ ഒപ്പം നമ്മള് വേർ, ദേയുടെ ഒപ്പം വോസ് ചേർക്കില്ല. ഈ വോസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ വോസ് ചേർക്കൂല. അതിന് പകരം നമ്മള് വേറിന്റ് ചേർക്കും. ഓക്കെ, ഇനി നോ വൺ വാസ് സെലക്റ്റഡ്. ഇനി ഒരാളും വാസ് സെലക്റ്റഡ്. ഇപ്പൊ നോ വണ്ണും അതുപോലെ തന്നെ വാസ് സെലക്റ്റഡ്. അപ്പൊ ഏതൊക്കെയാണ് ഒറ്റ ഗ്രൂപ്പായിട്ട് കാണുന്നത്? നോബഡി കാണും, സംബഡി, എവ്രിബഡി, എവ്രി വൺ, നോ വൺ. ഇത്രയും ഇത് ഒറ്റ ഗ്രൂപ്പായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ടാഗില് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ വാസ് എന്നുള്ളത് വേർ ആകൂടാ, വേർ ദേ. നോ വൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ അവിടെ വേർ ദേ വരും. ഇനി ഇതിങ്ങനെ ഒരുപാട് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇസിന്റെ പ്ലൂറൽ എന്ന് പറയണത് 6 ആണ്.
ആമിന്റെ പ്ലൂറലും ആറാണ്. വേണമെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഞാൻ പറയണത് ഇസ് എന്ന് പറയുന്ന വേർബിന്റെ പ്ലൂറല് 6, ആമിന്റെ പ്ലൂറല് 6, ആമിന്റെ ഇസിന്റെയും പ്ലൂറൽ എന്ന് പറയുന്നത് 6ആണ്. ദെൻ വോസിന്റെ പ്ലൂറൽ എന്താ? വേർ. വോസിന്റെ പ്ലൂറല് വേർ. ഇനി ഹാസിന്റെ പ്ലൂറൽ എന്താ? ഹാവ്. ഹാസിന്റെ പ്ലൂറല് ഹാവ്. പിന്നെ ഇനി ഡസിന്റെ പ്ലൂറൽ എന്താ? ഡസിന്റെ പ്ലൂറല് ഡു. ഡു. ഓക്കെ. ഇതൊക്കെയാണ് ഈ ഹെൽപ്പിംഗ് വേർബ്സിന്റെ പ്ലൂറലും സിംഗുലറും. ഇനി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഇസ് ആം. ഇസ് ആമിന്റെ പ്ലൂറല് 6, ഇസ് ആമിന്റെ പ്ലൂറല് 6. ഇത് പ്രസന്റ് ടെൻസിലുള്ളതാണ്. ഇസും 6ഉം പ്രസന്റ് ബ്രാക്കറ്റിൽ പ്രസന്റ് എന്ന് എഴുതി വെച്ചു. ഇസ് ആം പ്ലൂറല് 6, അതിന്റെ ടെൻസ് എന്ന് പറയുന്നത് പ്രസന്റ് ബ്രാക്കറ്റിൽ പ്രസന്റ് എന്ന് ഇട്ട് വെച്ചു. അപ്പൊ ഇസും ആമും പ്രസന്റ് അതിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് 6ആണ്. ഇനി വോസിന്റെ പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ. അപ്പൊ വോസ് വേർ, അത് ഏത് ടെൻസാ? പാസ്റ്റ് ടെൻസ്. അപ്പൊ അതിന്റെ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചോ പാസ്റ്റ് ടെൻസ് എന്ന് എഴുതി വെച്ചോ. വോസ് വേർ, ബ്രാക്കറ്റിൽ പാസ്റ്റ് ടെൻസ്. ദെൻ ഹാസിന്റെ പ്ലൂറല് ഹാവ്. ഹാസ് പ്ലൂറല് ഹാവ്. ഇതും പാസ്റ്റ് ടെൻസിൽ തന്നെ, സോറി പ്രസന്റ് ടെൻസിൽ തന്നെ. പ്രസന്റ് ടെൻസിൽ തന്നെ. ഈ ഹാസും ഹാവിന്റെ ഇത് പാസ്റ്റ് ടെൻസ് എന്താണ്? ഹാഡ്. ഹാഡ്. അപ്പൊ ഹാസ് ഹാവ് ഹാഡ്. ഹാസ് ഹാവ് ഹാഡ്. അപ്പൊ ഹാസും ഹാവും പ്രസന്റ് ടെൻസ്. ഹാസിന്റെ പ്ലൂറല് ഹാവ്. ദെൻ അതിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ്. പാസ്റ്റ് ടെൻസ് ഹാഡ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഈ ഹാസും ഹാവും ഹാഡും പോലെ തന്നെയാണ് അടുത്തത്. ഡു, ഡിഡ്, ഡു, ഡസ്, ഡിഡ്. അല്ലെങ്കിൽ തിരിച്ചെഴുതിയാൽ മതി. ഡസ് സിംഗുലർ ആണ്. ഡസ് അതിന്റെ പ്ലൂറലാണ് ഡു. അപ്പൊ ഡസ്, ഡു ഇത് രണ്ടും പ്രസന്റ് ടെൻസ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ്. അപ്പൊ ഡസ്, ഡു, ഡിഡ്. ഡസ്, ഡു, ഡിഡ്. ഡസ്, ഡു, ഡിഡ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഹെൽപ്പിംഗ് വേർബ്സിന്റെ പ്ലൂറലും പാസ്റ്റ് ടെൻസും ഇതെല്ലാം. ഇത് ശരിക്കും എല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് അറിയാൻ പാടാത്തവരെ എഴുതി വെച്ചു. നിങ്ങളുടെ ഈ നോട്ട്സിൽ ശരിക്കും അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു. അത് ഇത് മെയിൻ ആയിട്ടുള്ള ബേസിക് ആണിത്. അറിയാൻ പാടാത്തവരെ എഴുതി വെച്ചോട്ടെ. ഞാൻ ഇനി പറയണോ? ആർക്കെങ്കിലും ഇനി എഴുതിയെടുക്കാനുണ്ടോ? ഓക്കെ, എല്ലാരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് പറയാമോ? എനിക്ക് നെറ്റ് തീർന്നേ. പറയാം. അപ്പൊ ആദ്യം എഴുത് ഇസ് ആം. ഇസ് ഇട്ടിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ട് ആം. ഇസും ആമും. ഇസിന്റെ ആമിന്റെയും പ്ലൂറൽ എന്ന് പറയുന്നത് 6ആണ്. ഇസ് 6. ഇസ് ആം അതിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് 6ആണ്. 6 അത് ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. പ്രസന്റ് ടെൻസ്. ഇസും ആമും 6 പ്രസന്റ് ടെൻസ് ആണ്. ബ്രാക്കറ്റിൽ എഴുതി വെച്ച പ്രസന്റ് ടെൻസ്. ഇസ് സ്ലാഷ് ആം അതിന്റെ പ്ലൂറല് 6 ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. പ്രസന്റ് ടെൻസ്. ദെൻ വാസിന്റെ പ്ലൂറല് വേർ. WERE. വാസിന്റെ പ്ലൂറല് വേർ. വാസിന്റെ പ്ലൂറല് വേർ ബ്രാക്കറ്റിൽ എഴുതാ പാസ്റ്റ് ടെൻസ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഈ വാസും വേർ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ എഴുതിയ ഈ ഇസും ആമിന്റെയും പാസ്റ്റ് ടെൻസ് ആയിട്ട് നമുക്ക് ഈ വോസ് എഴുതാം. വോസ് വരും കേട്ടാ. അതേപോലെ തന്നെ ഈ 6ന്റെ പാസ്റ്റ് ടെൻസ് ആണ് വേർ. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. ഈ 6ന്റെ പാസ്റ്റ് ടെൻസ് ആണ് വേർ. ഇപ്പൊ മുകളിൽ എഴുതിയില്ലേ? മുകളിൽ എഴുതിയ അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇപ്പൊ നമ്മൾ അടി പറഞ്ഞത്. അപ്പൊ ഇസ് ആം അതിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് 6. ഇനി ഇവര് 3 പേരുടെ പാസ്റ്റ് ടെൻസ് ആണ് വാസ് വേർ. 6ന്റെ പാസ്റ്റ് ടെൻസ് വേർ. ഇസ് ആമിന്റെ പാസ്റ്റ് ടെൻസ് വാസ്. ബ്രാക്കറ്റിൽ എഴുതി വെക്ക പാസ്റ്റ് ടെൻസ്. ഇനി വേറെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ഹാസ്. അതിന്റെ
പ്ലൂറൽ ഹാവ്. ഹാസ് പ്ലൂറൽ ഹാവ്. പിന്നെ അതിന്റെ തന്നെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. അപ്പൊ ഹാസ്, ഹാവ്, ഹാഡ്. അപ്പൊ ഈ ഹാസ് ആദ്യം പറഞ്ഞ രണ്ടെണ്ണം പ്രസന്റ് ടെൻസ് ആണ്. ഹാസും ഹാവും പ്രസന്റ് ടെൻസ് ആണ്. പിന്നെ ഈ ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഹാസ്, ഹാവ്, ഹാഡ്. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ഹാഡ് പാസ്റ്റ് ടെൻസ്, ഹാസും ഹാവും പ്രസന്റ് ടെൻസ് ആണ്. ഹാസിന്റെ പ്ലൂറൽ ആണ് ഹാവ്. ഇനി അടുത്തത് ഡസ്. ഡസിന്റെ പ്ലൂറൽ ആണ് ഡിഡ്. സോറി ഡു. ഡസ്, ഡു. ഡസ് അതിന്റെ പ്ലൂറല് ഡു. ഈ ഡസും ഡൂവും പ്രസന്റ് ടെൻസിൽ. ഇതിന്റെ ഇവരുടെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ്. ഇവരുടെ പാസ്റ്റ് ടെൻസ് ഡിഡ്. അപ്പൊ ഡസ്, ഡു, ഡിഡ്. ഡസും ഡൂവും പ്രസന്റ് ടെൻസും. അതിന്റെ ഈ ഡസിന്റെ പ്ലൂറൽ ആണ് ഈ ഡു. ഇവരുടെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ്. അപ്പൊ ഡസ്, ഡു, ഡിഡ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഹെൽപ്പിംഗ് വേർബ്സ്. ഓക്കെ, എഴുതിയോ? യെസ് മാം. ഓക്കെ. ഇനി അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞെടുത്ത 20 വരെ 90 വരെ നമ്മൾ പറഞ്ഞു. ഇനി 20 നോക്കാട്ടെ എല്ലാരും. There isn't any. There isn't any. അപ്പൊ ഇവിടുത്തെ വേർബ് എന്ന് പറഞ്ഞാൽ ഇസ്. അപ്പൊ അതിന്റെ ടാഗ് എന്ന് പറയാ ഇസ് there. isn't. isn't പറയണത് നെഗറ്റീവ്. അപ്പൊ അതിന്റെ ടാഗ് ഇസ് there. is there. ഇനി none of them arrived in time. none of them. none എന്ന് പറയുന്നത് പിന്നെ നെഗറ്റീവ് ആണ്. അപ്പൊ none of them arrived. arrived എന്തിന്റെ പാസ്റ്റ് ടെൻസ് arrived? Arrive. ഡി ഇല്ലാണ്ട് ARRIVE. arriveന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഈ arrived. അപ്പൊ പാസ്റ്റ് ടെൻസ് arrived എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസ് നമുക്ക് ചെയ്യേണ്ടത് ഡിഡ് ഫോം ആണ്. പിന്നെ നണ്ണ് പറഞ്ഞേക്കണം. നണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വന്നില്ല. അതൊരു നെഗറ്റീവ് ആയിട്ടാ പറഞ്ഞേക്കുന്നത്. ആരും കറക്റ്റ് ടൈമിൽ ആരും വന്നില്ലെന്ന്. അപ്പൊ നെഗറ്റീവ് സെന്റൻസ്. നൺ ഓഫ് ദം arrived. ആരും കറക്റ്റ് ടൈമിൽ വന്നില്ല. അപ്പം അവിടെ ഡിഡ് കൊടുക്കുക. പിന്നെ ആരും വന്നില്ല. അപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ ഡിഡ് ദേ. arrived എന്ന് പറയുന്നത് ഡിഡ് ഫോം ആണ്. അപ്പൊ ഡിഡ് ദേ കൊടുക്കുക. അടുത്തത് നോക്കിക്കേ. നൺ ഓഫ് us knew the answer. ഞങ്ങളിൽ ആർക്കും ആൻസർ അറിഞ്ഞുകൂടാറുന്നു. അതാണ് പറയുന്നത്. നൺ ഓഫ് us, ഞങ്ങളിൽ. അസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ, നമ്മൾ എന്ന് പറയും. അപ്പൊ നൺ ഓഫ് us knew the answer. ഞങ്ങൾക്ക് ആയിരിക്കും ഇത് ആൻസർ അറിഞ്ഞുകൂടാറുന്നു. അപ്പം നൺ ഓഫ് us knew. KNEW. ന്യൂ. ഇതെന്തിന്റെ പാസ്റ്റ് ടെൻസാ? No. KNOW. KNOടെ പാസ്റ്റ് ടെൻസ് ആണ് ഈ KNEW. അപ്പൊ നമുക്ക് മനസ്സിലായി ഡിഡ് ആണെന്ന് മനസ്സിലായി അവിടുത്തെ ഡിഡ്. പിന്നെ നൺ ഓഫ് അസ് എന്നല്ലേ പറഞ്ഞത്. അസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടെ വി വന്നത്. മറ്റത് നൺ ഓഫ് ദെം എന്നല്ലേ പറഞ്ഞത്. അവരിൽ ആരും കറക്റ്റ് ടൈമിൽ അറൈവ് ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ ദേ കൊടുത്ത് ഈ 22ാമത്തെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നൺ ഓഫ് അസ് പറഞ്ഞിട്ടുണ്ട്. അസ് എന്ന് പറയുമ്പോ 2 പേരല്ലേ? അസ് രണ്ടെന്നല്ല, അതിൽ കൂടുതലും ആവാം. ഞാൻ ഉൾപ്പെടെ ഉള്ള കുറച്ച് പേര്, അതാണ് അസ് എന്ന് പറയുന്നത്. 2 പേരെ ആവണമെന്നില്ല. 2 കൂടുതലാവാം, 2 2 കൂടുതലാവും. ഇപ്പൊ ഞാനെന്നുള്ള എന്നുള്ള ഇത് ഉണ്ടാവണമെന്ന് മാത്രം. ആരും ഒരാള് മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ. ക്ലാസ് ഡിസ്റ്റർബ് ആവുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നൺ ഓഫ് us knew the way. അവിടെ നൺ ഓഫ് us knew the answer. അപ്പൊ ന്യൂ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് ഡിഡ് അസ് പറഞ്ഞേക്കുന്നുണ്ട്. അസ് എന്ന് പറയുന്നത് വിന്റെ ഒബ്ജക്ട് ഫോം അല്ലേ ഈ അസ്. നമ്മൾ പഠിച്ചില്ല പ്രൊണൗൺസില്. അപ്പൊ അവിടെ വി കൊടുക്കാം. ദെൻ അടുത്തത് നോക്കിയേ, 23ാമത്തത്. സം ഓഫ് us knew the way. സം ഓഫ് us knew the way. അപ്പൊ നേരത്തെ അതേപോലെ തന്നെ സം ഓഫ്, നേരത്തെ നണ്ണാണ് പറഞ്ഞത്. നൺ, നമ്മളിൽ ആർക്കും ആൻസർ അറിഞ്ഞുകൂടാന്ന്. ഇപ്പൊ ഇതിനകത്ത് ഞങ്ങൾ കുറച്ച് പേർക്ക് അറിയാം. അപ്പൊ അത് പോസിറ്റീവ് സെന്റൻസ് അത് അല്ലെ. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താ കൊടുക്കുക? ഡിഡിന്റ്. കണ്ട, സം ഓഫ് us knew the way. അപ്പൊ സമ്മ് വന്നതുകൊണ്ട് അതൊരു പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച അതേ റൂൾ തന്നെ. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ഇട്ട് കൊടുക്കുക ഡിഡിന്റ്.
മറ്റേത് നൺ എന്ന് പറയുന്നത് ഓൾറെഡി നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മളത് ഡിഡ് ആണ് അവിടെ കൊടുത്തത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, സം ഓഫ് യു വിൽ ബി സെലക്ടഡ്. സം ഓഫ് യു, നിങ്ങൾ കുറച്ച് പേര് സെലക്ടഡ് ആവും. ഇവിടുത്തെ വേർബ് എന്ന് പറയുന്നത് വില്ല്. അപ്പൊ വോണ്ട് യു, വോണ്ട് യു. ലെറ്റ് മീ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ലെറ്റ് മീ ഹാവ് എ, ഞാനൊന്ന് നോക്കിക്കോട്ടെ. അപ്പം വിൽ യു ഓർ വോണ്ട് യു, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഇതിലൊരു എസ് ആൻസർ വരാം അല്ലെങ്കിൽ നോ ആൻസർ വരാം. ഞാനൊന്ന് നോക്കിക്കോട്ടെ, ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ പറയും, ചിലപ്പോൾ വേണ്ടാന്ന് പറയും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് രണ്ടും അവിടെ കറക്റ്റ് ആണ് പറയുന്നത്. ലെറ്റ് മീ, പിന്നെ ലെറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഇത് ചോദിക്കണേണ്, റിക്വസ്റ്റ് ചോദിക്കണേ. ലെറ്റ് മീ ഹാവ് എ ലുക്ക്, ഞാനൊന്ന് നോക്കിക്കോട്ടെ. അപ്പൊ ലെറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫോർമലി നമ്മൾ ഒരു റിക്വസ്റ്റ് ചോദിക്കുന്നത് കൊണ്ടാണ് വിൽ അല്ലെങ്കിൽ വോണ്ട് വരുന്നത്. അപ്പൊ ഇവിടെ വില്ലും വോണ്ട് വന്നത് ലെറ്റ് എന്നുള്ള ആ വേർഡ് കാരണം കേട്ടോ വന്നത്. ഒരു റിക്വസ്റ്റ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഒന്ന് നോക്കിക്കോട്ടെ, നിങ്ങൾ ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ വിൽ യു, സമ്മതിക്കോ? വിൽ യു, വോണ്ട് യു എന്ന് സമ്മതിക്കില്ലേ? അതാണ്ട, വില്ലും വരാം അവിടെ, വോണ്ടും വരാം. ഷീ നീഡ്സ് ടു പ്ലേ ബാഡ്മിന്റൺ. ഇവിടെ നീഡ്സ് എന്ന് പറയുന്നത്, അയ്യോ തെറ്റുണ്ടല്ലോ. ഷീ നീഡ്സ് ടു പ്ലേ ബാഡ്മിന്റൺ. അത് അവിടെ ടാഗ് തെറ്റുണ്ടോ? ഷീ നീഡ്സ് ടു പ്ലേ, എന്ത് വരും അവിടെ? ഇത് മാറ്റിട്ടാ, യെസ്, ഇത് മാറ്റിയിട്ട് ഡസന്റ് ഷീ എന്നാക്ക്. ഡസന്റ് ഷീ. ആ സമയം ഷീ നീഡഡ് ടു പ്ലേ എന്നാണെങ്കിൽ ഡിഡിന്റ്, ഇത് കറക്റ്റ് ആയ ഡിഡിന്റ്. ഇപ്പൊ നീഡ്സ് അല്ലേ പറഞ്ഞോളൂ. ഇപ്പൊ നീഡ്സ്, ഷീ നീഡ്സ് ടു പ്ലേ ബാഡ്മിന്റൺ, അതിന്റെ ടാഗ് ഡസ്. ഡസ് ഷീ. എല്ലാവരും അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഡസ്. ഇത് ഈ 9ാമത്തെയും 26ാമത്തെയും ക്വസ്റ്റ്യനിൽ തെറ്റുണ്ട്, കറക്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്. ഇത് ആർക്കെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടോ? ഇത് ക്ലിയർ ആവാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യനിൽ, 26 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും മനസ്സിലാവാത്തതായിട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഏതാണ് ലാസ്റ്റ് വൺ? ഷീ നീഡ്സ് ടു പ്ലേ ബാഡ്മിന്റൺ. അപ്പൊ നീഡ്സ് ആണ് ഇവിടുത്തെ വേർഡ്. അപ്പൊ നമുക്ക് ഇവിടെ ഡിഡിന്റ് പറ്റൂല. നീഡ്സ് എസ് ഫോം ആണ് ഓൾറെഡി. അപ്പൊ ഡസ് ഇട്ട് കൊടുക്കുക. ഡസിന്റ് ഷീ എന്നാക്കുക ആൻസർ. നീഡ്സ് എന്ന് പറയുന്നത് ഡസ് ഫോം ആണ്. അപ്പൊ ഡസ് ഫോമിന്റെ നെഗറ്റീവ് ആയിരിക്കും നമുക്ക് ടാഗ് വേണ്ടത്. ഇപ്പൊ ഡസന്റ് ഷീ, ഡസന്റ് ഷീ എന്നാക്കുക. ഇവിടെ ടാഗ് തെറ്റാണ്, ഡസന്റ് ഷീ. ആ സമയം നീഡ്സിന് പകരം നീഡഡ് എന്ന് പറഞ്ഞെങ്കിൽ ഈ ടാഗ് കറക്റ്റ് ആണ്. ഡിഡിന്റ് ഷീ, നീഡഡ് എന്നുള്ള ടാഗ് ആയിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആണ്, ഡിഡിന്റ് ഷീ. അത്രയാണ് ഈ ടാഗ് എന്ന് പറയുന്നത്. അപ്പം 25th നമുക്ക് ക്യാൻ വി യൂസ് ഷാല് വരും അവിടെ. ഷാലാണെങ്കിലും കുഴപ്പമില്ല, ഇതൊരു റിക്വസ്റ്റ് അല്ലേ. ഷാൽ യു കുഴപ്പമില്ല. ലെറ്റ് മീ ഹാവ് എന്ന് പറയുമ്പോ ഷാലൈ, അങ്ങനെ ഷാലൈ, ലെറ്റ് മീ ഹാവ് കുഴപ്പമില്ല. എന്നാലും വില്ല് പോണ്ട, അത് നമുക്ക് ചേഞ്ച് വന്നതിൽ കുഴപ്പമില്ല. കാരണം ഇതൊരു പ്രോപ്പർ സെന്റൻസ് അല്ല, ഒരു റിക്വസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്താലും കുഴപ്പമില്ല അവിടെ. പ്രോപ്പർ സെന്റൻസ് അല്ല. മാം, എന്റെ ഡൗട്ട് ഇപ്പൊ നമുക്കിപ്പോ ക്വസ്റ്റ്യൻ ലെറ്റ് മീ ഹാവ് എ ലുക്ക് എന്ന് മാത്രം വലുതും പറയാണെങ്കിൽ നമുക്കിപ്പോ എന്താണ് വരാന്നാണ്? അത് നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, മാത്രം പറയാം. അത് കുഴപ്പമില്ല. ഇത് തന്നെ ലെറ്റ് മീ ഹാവ് എ ലുക്ക്, വില്ല് അല്ലെങ്കിൽ വോണ്ട്, നിങ്ങളുടെ ഓപ്ഷനിൽ ഇതുണ്ടാവും. ഓക്കെ ഓക്കെ. 9th one ഒന്നുകൂടെ പറയുമോ? പറയാം. 9th one, നെയ്തർ ഓഫ് ദം വോണ്ട് ദം. അപ്പൊ നെയ്തർ, അതില് നെയ്തർ ഓഫ് ദം വോണ്ട് ആണ് എടുത്തേക്കണം. അപ്പൊ വോണ്ട് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഡു മതി. ഡു, നെയ്തർ ഓഫ് ദം വോണ്ട് ദം. ഇപ്പൊ ഡു ദേ നാക്ക്. വോണ്ട് എന്ന് പറയുമ്പോ ഡു ഫോമിലല്ലേ, അപ്പൊ ഡു ദേ നാക്ക്. ആ സമയം വോണ്ടിന് പകരം വോണ്ടഡ് ആയിരുന്നെങ്കിൽ ഈ ടാഗ് കറക്റ്റ് ആയിരുന്നേനെ. വോണ്ടഡ് എന്നായിരുന്നെങ്കിൽ ഈ ടാഗ് കറക്റ്റ്. അപ്പൊ വോണ്ട് മാത്രമായോണ്ട് ഡു ദേ, ഡു ദേ. ഓക്കെ, അപ്പൊ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് അവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് ആദ്യം കണ്ടുപിടിക്കുക. ഹെൽപ്പിംഗ് വേർബ് ഉണ്ടാന്ന് നോക്കാം. അങ്ങനെ ഹെൽപ്പിംഗ് വേർബ് ഉള്ള സെന്റൻസ് ആണ് ഈസിയാണ്. അതിന്റെ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ഇട്ട് കൊടുക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഹെൽപ്പിംഗ് വേർബ് ഇല്ലെങ്കിലാണ് നമ്മൾ അതിന്റെ ആക്ഷൻ വേർബ് നോക്കണത്. പ്ലേസ്, എസ് ഫോം ഉള്ള വേർബ്സ് ആണെങ്കിൽ ഇപ്പൊ പ്ലേസ്, ഗോസ്, ക്രൈസ്, സ്ലീപ്സ്, അങ്ങനെ എസ് ഉള്ള ഫോംസ് ആണെങ്കിൽ നമ്മൾ അത് ഡസ് ഇട്ട് കൊടുക്കും. എസ് ഫോം ആണെങ്കിൽ
ഡസ് ഇട്ട് കൊടുക്കും. ഇനി ഇതൊന്നും ഇല്ലാണ്ട് പ്ലേ, ക്രൈ, സ്ലീപ്പ്, എസ് ഇല്ലാത്ത ഫോംസ് ആണെങ്കിൽ ഡു ഇട്ട് കൊടുക്കും. ഇത് രണ്ടും അല്ലാണ്ട് പാസ്റ്റ് ടെൻസിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ക്രൈഡ്, സ്ലെപ്റ്റ്, വോക്ക്, റാൻ അങ്ങനെ പാസ്റ്റ് ടെൻസിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ഡിഡ് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞ ടാഗ്. പിന്നെ ഇതേപോലെ ഈ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഈ നോ ബഡി, നോ വൺ, നൺ, പിന്നെ നത്തിങ്, നെയ്തർ ഇങ്ങനെയൊക്കെ വന്നത് ഓൾറെഡി നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ അതിന്റെ ടാഗ് നമുക്ക് പോസിറ്റീവ് ടാഗ് കൊടുത്താൽ മതി. പിന്നെ നെഗറ്റീവ് കൊണ്ട് ഇട്ട് കൊടുക്കരുത്. ഇപ്പൊ നെയ്തർ ഓഫ് ദം, വോണ്ട് ദം, നമ്മൾ ഡു ദേ, ഡോണ്ട് ദേ പറയണില്ല. അപ്പൊ ഓൾറെഡി ആ നെഗറ്റീവ് സെന്റൻസിന് നമ്മള് പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് കൊടുക്കണം. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നെയ്തർ, നത്തിങ്, എവ്രിബഡി, നോബഡി, നണ്ണ്, നൺ ഓഫ് ദം എന്നൊക്കെ പറയുമ്പോൾ അത് ഓൾറെഡി അപ്പൊ തന്നെ ഓർക്കാം അത് ഓൾറെഡി നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പൊ അതിന്റെ പോസിറ്റീവ് ടാഗ് ഇട്ട് കൊടുക്കണം. നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസിന് പോസിറ്റീവ് ടാഗ് ഇട്ട് കൊടുക്കണം. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ ഓർത്താൽ മതി. പിന്നെ അതിന്റെ ഇടയിൽ ഒരു ഇതുപോലെ ഹാർഡ്ലി, സ്കെയർസ്ലി, റെയർലി, സെൽഡം, ലിറ്റിൽ ഇതെല്ലാം നെഗറ്റീവ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ കുറച്ച് വേർഡ്സ് ആണ് ഈ ഹാർഡ്ലി, സ്കെയർസ്ലി, റെയർലി, സെൽഡം, ലിറ്റിൽ എന്നൊക്കെ പറയുന്നതൊക്കെ നെഗറ്റീവ് ആണ്. കുറച്ച്, വളരെ കുറച്ച് എന്നുള്ള മീനിങ് ആണ് ഇതിനെല്ലാത്തിനും. സെൽഡം സെൽഡം കം ഹിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും, വരാറില്ലെന്ന് തന്നെ പറയാം. വല്ല കാലത്ത് വന്നാലും അങ്ങനെ ഒരിക്കലും ഭയങ്കര ഫ്യൂ, കുറച്ചേ ഉള്ളൂ. ആ ഒരു ചാൻസസ് ഭയങ്കര കുറവാണ് അതിനുള്ള വേർഡ്സ് ആണ് ഈ ഹാർഡ്ലി, സ്കെയർസ്ലി, റെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഓൾറെഡി അതൊക്കെ നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് വേർഡ്സ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ടാഗ് പോസിറ്റീവ് കൊണ്ടേ കൊടുക്കണം. തിരിച്ച് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ ടാഗ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈ 26 ക്വസ്റ്റ്യൻസും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിന്റെ ടാഗ് നിങ്ങൾ തന്നെ മറച്ചു വെച്ചിട്ട് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കാട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ പറ്റണ്ടോന്ന് അറിയണം. ഇപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് അറിയാം ഇങ്ങനെയാണ് ആൻസർ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. തനിയെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടോന്ന് അറിയണം. അപ്പൊ നിങ്ങൾ തന്നെ തനിയെ ചെയ്ത് നോക്കുക. ഇപ്പൊ പ്രിന്റ് ഔട്ട് എടുത്തവരൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നോക്കാം. പോർഷൻ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തനിയെ എഴുതി നോക്ക്, നിങ്ങൾക്ക് ഈ ടാഗ് കറക്റ്റ് കിട്ടണ്ടാന്ന്, അല്ലെങ്കിൽ പറഞ്ഞു നോക്ക് കറക്റ്റ് ആണോ വന്നത് കേട്ടാ. ഇതെന്തായാലും ക്വസ്റ്റ്യൻസ് വന്ന പോർഷൻ ആണത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ ടാഗ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാരും ഫുഡൊക്കെ കഴിച്ച് എല്ലാരും സേഫ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് വീക്ക് ഇതിന്റെ മുന്നത്തെ ചാപ്റ്ററിന് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടായിരുന്നു മാം? അത് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലേ? ഇല്ല മാം. അത് ഇട്ടിട്ടില്ല അല്ലെ ക്വസ്റ്റ്യൻ പേപ്പർ? അത് ഇടും എന്തായാലും. അപ്പൊ അത് ചെയ്ത് നോക്കുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇടും എന്തായാലും. മേ ബി ഈ ഒരു വീക്കിൽ തന്നെ ഇടും. ഇപ്പൊ എന്തെങ്കിലും ഇത്തിരി ഡിലേ വന്നതായിരിക്കും, എന്തായാലും അത് ഇടും. ഓക്കെ, Thank you, ma'am. Good night. Okay, ma'am. Good night, ma'am. ബൈ ബൈ. ഗുഡ് നൈറ്റ്.